വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സിറ്റി എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. അധ്യായം 475. പഠിക്കുക, പകർത്തുക, പരിവർത്തിപ്പിക്കുക. ജീവിതം ഒരു വലിയ പാഠശാലയാണ്. ജീവിതാനുഭവങ്ങളിൽ നിന്നും സഹജീവികളിൽ നിന്നും ചുറ്റുപാടിൽ നിന്നുമൊക്കെ നിരന്തരം പഠിച്ചും പകർത്തിയും പരിവർത്തിപ്പിച്ചുമാണ് നാം ജീവിതത്തെ മനോഹരമാക്കേണ്ടത്. കാലത്തിനൊപ്പവും ചിലപ്പോഴെങ്കിലും കാലത്തിനു മുമ്പും സഞ്ചരിക്കാനായാൽ ജീവിതത്തിൽ വിസ്മയങ്ങൾ സൃഷ്ടിക്കാനാകും. മാറ്റം അനിവാര്യമാണ്. അവസരത്തിന്റെ ഔചിത്യത്തിനനുസരിച്ച് മാറാൻ സാധിക്കുന്നതാണ് വിജയത്തിന്റെ തുടക്കം. വാസ്തവത്തിൽ ജീവിതം മാറ്റാൻ വലിയ കാര്യങ്ങൾ വേണ്ട, ചെറിയ ശരിയായ തീരുമാനങ്ങളാണ് വേണ്ടത്. നമുക്ക് ദാനമായി ലഭിച്ച ജീവിതം ഒരു വലിയ ഉത്തരവാദിത്തമാണ്. അതിലെ വിലപ്പെട്ട മണിക്കൂറുകളും ദിവസങ്ങളും എങ്ങനെയെങ്കിലും തള്ളി നീക്കുകയല്ല, ലക്ഷ്യബോധത്തോടെ സർഗാത്മകമായി പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവുമൊക്കെ തീരുമാനിക്കുന്നത് ഈ ഉത്തരവാദിത്ത ബോധമാണ്. ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന നിമിഷം തന്നെ വിജയത്തിന്റെ തുടക്കവും. പഠന മനന പ്രക്രിയകളിലൂടെ സ്വയം നവീകരിക്കാനും തിരുത്താനും മെച്ചപ്പെടുത്താനും നിരന്തരമായി പരിശ്രമിക്കുമ്പോൾ ജീവിതയാത്ര കൂടുതൽ പ്രശോഭിതമാകും. പ്രശസ്ത കനേഡിയൻ സൈക്കോളജിസ്റ്റും ഗ്രന്ഥകാരനുമായ ജോർഡൻ പീറ്റർസന്റെ 12 റൂൾസ് ഫോർ ലൈഫ് എന്ന പുസ്തകമാണ് ഇപ്പോൾ ഈ ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവന്നത്. ജീവിതത്തെ ശാസ്ത്രീയവും ദാർശനികവുമായ രീതിയിൽ സമീപിച്ച് വ്യക്തിപരമായ വളർച്ചയ്ക്കുള്ള 12 പ്രധാന നിയമങ്ങളാണ് ഈ പുസ്തകം അവതരിപ്പിക്കുന്നത്. 1. സ്റ്റാൻഡ് അപ്പ് സ്ട്രെയിറ്റ് വിത്ത് യുവർ ഷോൾഡേഴ്സ് ബാക്ക്. നിങ്ങളുടെ തോളുകൾ പിന്നിലേക്ക് മടക്കി നേരെ നിൽക്കുക. എപ്പോഴും തലയുയർത്തി നിൽക്കുക എന്നത് ഒരാളുടെ വ്യക്തിത്വത്തിന്റെ അടയാളപ്പെടുത്തലാണ്. ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കണം. സ്വയം വിശ്വാസത്തോടെ ജീവിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം നാം ഏറ്റെടുക്കുക. 2. ട്രീറ്റ് യുവർ സെൽഫ് ലൈക്ക് സംവൺ യു ആർ റെസ്പോൺസിബിൾ ഫോർ ഹെൽപ്പിംഗ്. നിങ്ങൾക്ക് സഹായിക്കാൻ ഉത്തരവാദിത്തമുള്ള ഒരാളെപ്പോലെ നിങ്ങളെ പരിഗണിക്കുക. ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് നമ്മെ തന്നെയാണ്. നമ്മോടുള്ള ഉത്തരവാദിത്തം മറ്റുള്ളവരോടുള്ള ഉത്തരവാദിത്തം പോലെ തന്നെ പ്രധാനമാണ്. പലപ്പോഴും ചിലരെങ്കിലും ഈ രംഗത്ത് ഗുരുതരമായ വീഴ്ച വരുത്തുന്നവരാണ്. 3. മേക്ക് ഫ്രണ്ട്സ് വിത്ത് പീപ്പിൾ ഹൂ വാണ്ട് ദ ബെസ്റ്റ് ഫോർ യു. നിങ്ങളെ നല്ലതിലേക്ക് നയിക്കുന്നവരുമായി സൗഹൃദം സ്ഥാപിക്കുക. നിങ്ങളുടെ വളർച്ച ആഗ്രഹിക്കുന്നവരോടൊപ്പം നിൽക്കുക. ജീവിതത്തിൽ സൗഹൃദത്തിന് വലിയ പങ്കുണ്ട്. നമ്മോട് ഗുണകാംക്ഷയുള്ള പോസിറ്റീവായ ആളുകളുമായാണ് നാം സഹവസിക്കേണ്ടത്. 4. കമ്പയർ യുവർ സെൽഫ് ടു ഹൂ യു വെയർ യെസ്റ്റർഡേ, നോട്ട് ടു ഹൂ സംവൺ എൽസ് ഈസ് ടുഡേ. ഇന്നലെയേക്കാൾ ഇന്നത്തെ നിങ്ങൾ മികച്ചവനായിരിക്കണം. ഓരോ ദിവസം കഴിയും തോറും നാം വളരുകയും പുരോഗമിക്കുകയും വേണം. 5. ഡു നോട്ട് ലെറ്റ് യുവർ ചിൽഡ്രൻ ഡു എനിത്തിങ് ദാറ്റ് മേക്ക് യു ഡിസ്ലൈക്ക് ദം. കുട്ടികളെ ശരിയായി വളർത്തുക. കുട്ടികൾക്ക് ശാസനയും മൂല്യങ്ങളും പഠിപ്പിക്കുക. അച്ചടക്കവും അനുസരണയും ധാർമ്മിക ബോധവുമുള്ള തലമുറയാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത സങ്കല്പങ്ങളും കാഴ്ചപ്പാടുകളും കുട്ടികളെ ബോധ്യപ്പെടുത്തുകയും അവരുടെ വളർച്ച നമ്മെ സന്തോഷിപ്പിക്കുന്ന രീതിയിലാവുകയും ചെയ്യുകയെന്നത് വളരെ പ്രധാനമാണ്. 6. സെറ്റ് യുവർ ഹൗസ് ഇൻ പെർഫെക്റ്റ് ഓർഡർ ബിഫോർ യു ക്രിട്ടിസൈസ് ദ വേൾഡ്. ലോകത്തെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തുക. സ്വന്തം ജീവിതം ശരിയാക്കാതെ ലോകത്തെ കുറ്റപ്പെടുത്തരുത്. വിമർശിക്കാൻ എളുപ്പമാണ്. നാം മറ്റുള്ളവരിലേക്ക് ഒരു വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി 4 വിരലുകളും നമ്മിലേക്കാണ് ചൂണ്ടുന്നതെന്നോർക്കുക. 7. Pursue what you meaningful, not what the expedient. എളുപ്പം കിട്ടുന്നതല്ല, അർത്ഥമുള്ളത് തിരഞ്ഞെടുക്കുക. താൽക്കാലിക സുഖത്തിന് പകരം ദീർഘകാല മൂല്യം നൽകുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. 8. Tell the truth or at least don't lie. സത്യസന്ധമായി സംസാരിക്കുക. ഒരിക്കലും കള്ളം പറയാതിരിക്കുക. സത്യസന്ധത വ്യക്തിയുടെ ഏറ്റവും വലിയ സ്വഭാവഗുണമാണ്. 9. Assume that the person you are listening to might know something you don't. മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാൻ തയ്യാറാവുക. ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്ന ഓരോരുത്തരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാകും. നമുക്കറിയാത്ത എന്തെങ്കിലുമൊക്കെ അവർക്കറിയുമെന്ന രീതിയിലാണ് അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടത്. 10. ബി പ്രിസൈസ് ഇൻ യുവർ സ്പീച്ച്. നിങ്ങളുടെ വാക്കുകൾ കൃത്യവും വ്യക്തവുമായിരിക്കണം. തെളിവുള്ള വ്യക്തമായ ആശയവിനിമയം ജീവിതത്തിൽ വിജയത്തിന് നിർണായകമാണ്. 11. ഡു നോട്ട് ബോദർ ചിൽഡ്രൻ വെൻ ദേ ആർ സ്കേറ്റ് ബോർഡിംഗ്. കുട്ടികൾ സ്കേറ്റ് ബോർഡിംഗ് നടത്തുമ്പോൾ അവരെ ശല്യപ്പെടുത്തരുത്. പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അബദ്ധങ്ങൾ സംഭവിക്കാം. അത് വളർച്ചയുടെ ഭാഗമാണ്. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ അംഗീകരിക്കുക. 12. പെറ്റ് എ ക്യാറ്റ് വെൻ യു എൻകൗണ്ടർ വൺ ഓഫ് ദ സ്ട്രീറ്റ്. ഒന്നും നിസ്സാരമല്ല, തെരുവിൽ കാണുന്ന ഒരു പൂച്ചക്കുട്ടിയെ താലോലിക്കുന്നത് പോലും. ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങൾ കാണാനും ആസ്വദിക്കാനും പഠിക്കുക.
ഉത്തരവാദിത്തത്തോടെ ജീവിക്കാനും സ്വയം മെച്ചപ്പെടുത്താനും സത്യസന്ധവും അർത്ഥവത്തുമായ ജീവിതം നയിക്കാനും ഉദ്ഘോഷിക്കുന്ന ഈ പുസ്തകം ജീവിതത്തെ ശരിയായി നയിക്കാൻ സഹായിക്കുന്ന ഒരു മാർഗദർശിയാണ്. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.